നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 6/5/2026 ബുധനാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. റബ്ബർ വില പറയാൻ തുടങ്ങിയ കാലം മുതൽ ഇന്നേ വരെയും ഒരു സെക്കൻഡ് പോലും തെറ്റിക്കാതാണ് എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നലെ റബ്ബർ വില ഞാൻ പറഞ്ഞപ്പോൾ വില കുതിച്ച് കയറി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പലരും നമ്മളോട് ചോദിച്ചു എവിടെയാണ് കുതിച്ച് കയറിയത്. അപ്പോൾ ഈ വില കൂടിയത് അംഗീകരിക്കാൻ ചിലർ തയ്യാറാകുന്നില്ല. അപ്പോൾ 1 രൂപ കൂടിയാലും 50 പൈസ കൂടിയാലും കൂടുന്നത് നമുക്ക് എന്തുകൊണ്ടും നേട്ടം തന്നെയാണ്. അപ്പോൾ വില കൂടിയില്ലെങ്കിലോ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും വില കൂടും, നമ്മുടെ കേരളത്തിൽ മാത്രം വില കൂടിയില്ല. അപ്പോൾ നമുക്കത് എന്തുവാലും അംഗീകരിച്ചേ പറ്റൂ. എന്തായാലും ഇന്ന് വന്നിരിക്കുന്ന റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 251 രൂപ, RSS5 1 കിലോയ്ക്ക് 247 രൂപ, ISNR 20 1 കിലോയ്ക്ക് 207 രൂപ, ലാറ്റക്സ് 60% 160 രൂപ 60 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS4 1 കിലോയ്ക്ക് 251 രൂപ, RSS5 1 കിലോയ്ക്ക് 247 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 155 രൂപ, 60% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 116 രൂപ 25 പൈസ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 242 രൂപ, ലോട്ട് 1 കിലോയ്ക്ക് 205 രൂപ മുതൽ 210 രൂപ വരെയും. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS3 1 കിലോയ്ക്ക് 247 രൂപ 50 പൈസ, RSS4 1 കിലോയ്ക്ക് 247 രൂപ, 5 242 രൂപ, ലോട്ടിന് 212 രൂപ, ഒട്ടുപാൽ 150 രൂപ വരെയും. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS1 1 കിലോയ്ക്ക് 278 രൂപ 23 പൈസ, RSS2 1 കിലോയ്ക്ക് 276 രൂപ 49 പൈസ, RSS3 1 കിലോയ്ക്ക് 274 രൂപ 90 പൈസ, RSS4 1 കിലോയ്ക്ക് 274 രൂപ 3 പൈസ, RSS5 1 കിലോയ്ക്ക് 273 രൂപ 60 പൈസ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 218 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന ബാരലിന് 10,900 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന ബാരലിന് 13,080 രൂപ, 35% DRC ഉള്ളതിന് 15,260 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 243 രൂപ, RSS5 1 കിലോയ്ക്ക് 239 രൂപ, ISS 1 കിലോയ്ക്ക് 201 രൂപ മുതൽ 201 രൂപ 50 പൈസ വരെയും. ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 136 രൂപ മുതൽ 148 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ലാറ്റക്സ് 60% 50 പൈസ വർദ്ധിച്ചു. ലൂസിന് ലോട്ടിനും 1 കിലോയ്ക്ക് 2 രൂപ വെച്ചാണ് വർദ്ധിച്ചിരിക്കുന്നത്. കർണാടകയിലെ വില നോക്കിക്കഴിഞ്ഞാൽ RSS3 4 5 1 കിലോയ്ക്ക് 1 രൂപ വെച്ചാണ് വർദ്ധിച്ചിരിക്കുന്നത്. വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വൻ കുതിച്ചുകയറ്റമാണ് നടന്നിരിക്കുന്നത്. അതായത് RSS1 278 രൂപയായിട്ടാണ് കുതിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില കൂടിയിട്ടില്ല. അപ്പോൾ ഇന്നലെ 1 രൂപയെങ്കിലും കൂടി. അപ്പോൾ ഇന്നൊരു വർധനവുമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ 1 രൂപ കൂടിയപ്പം പലരും പല ഭാഗത്തുനിന്നും അഭിപ്രായങ്ങൾ പറയും. ഇന്നെന്താണ് പറയാനുള്ളത്? അപ്പോൾ നമ്മുടെ കേരളത്തിൽ റബ്ബറിന് 270 വരേണ്ട സമയം ആയി. കാരണം വിദേശത്ത് 278 വില വന്നപ്പം നമ്മുടെ കേരളത്തിൽ അത്രയും വില ആവേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ വില വർദ്ധിക്കുന്നില്ല. കർണാടകത്തിലും വില വർദ്ധിച്ചു. നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് വില വർദ്ധിക്കുന്നില്ല? റബ്ബർ വില കേരളത്തിൽ 250 രൂപ ആയതിൻ്റെ പേരിൽ ടയറിൻ്റെ വില വർദ്ധിക്കാൻ പോകുന്നു, ഷെയ്ഡിൻ്റെ വില വർദ്ധിക്കാൻ പോകുന്നു, പശയുടെ വില വർദ്ധിക്കാൻ പോകുന്നു. അപ്പോൾ റബ്ബർ വില വർദ്ധിച്ചതുകൊണ്ടായിരിക്കും അത് വർദ്ധിക്കുന്നത്. അപ്പോൾ ടയറിനൊക്കെ വില കൂടിക്കഴിഞ്ഞാൽ കൂടിയ വില കുറയുന്നില്ല, പക്ഷേ റബ്ബറിന് കൂടിയത് കുറയുന്നുണ്ട്. അപ്പോൾ റബ്ബറിന് വില കൂടുന്ന സമയത്ത് മറ്റ് സാധനങ്ങളുടെ വില കൂടുന്നുണ്ട്. റബ്ബറിന് വില കുറയുന്ന സമയത്ത് ആ സാധനങ്ങളുടെ വില കുറയുന്നില്ല. ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലകൾ മാത്രമാണ് കുറയുന്നത്. അപ്പോൾ കർഷകർക്ക് ഒന്നും വേണ്ട, അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ മറ്റ് പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് കുറയുന്നില്ല. അപ്പോൾ നമ്മുടെ കർഷകർക്കാണ് ഇത്രയേറെ തിരിച്ചടി വരുന്നത്. നമ്മുടെ ഈ സാധനങ്ങൾക്കും വില കൂടിയത് പിന്നെ കുറയരുത്. അങ്ങനൊരു രീതിയിലോട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 40 രൂപ മുതൽ 60 രൂപ വരെയും, കൊക്കോ 230 രൂപ, വെളിച്ചെണ്ണ തയ്യാർ 258 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 263 രൂപ, കൊപ്ര എടുത്തപടി 150 രൂപ 50 പൈസ, പിണ്ണാക്ക് എക്സ്പെല്ലർ 37 രൂപ, റോട്ടറി 40 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 700 രൂപ, കുരുമുളക് പുതിയ 1 കിലോയ്ക്ക് 690 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 720 രൂപ, ചുക്ക് ബെസ്റ്റ് 300 രൂപ, മഞ്ഞൾ സേല 155
5 രൂപ, അടയ്ക്ക 390 രൂപ, കാഞ്ഞിരക്കുരു 1850 രൂപ, കയർ നേരിയത് 3800 രൂപ, ജാതിക്ക തൊണ്ടൻ 300 രൂപ, തൊണ്ടില്ലാതെ പുതിയത് 580 രൂപ മുതൽ 620 രൂപ വരെ, സെക്കൻഡ് 200 രൂപ, ജാതിപത്രി ചുവപ്പ് 1500 രൂപ, ചുവപ്പ് സെക്കൻഡ് 500 രൂപ, മഞ്ഞ 1500 രൂപ, ഫ്ലവർ ചുവപ്പ് 1900 രൂപ മുതൽ 2000 രൂപ വരെയും, ഫ്ലവർ മഞ്ഞ 2100 രൂപ മുതൽ 2200 രൂപ വരെയും, ഗ്രാമ്പു 810 രൂപ, നാടൻ 920 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 35 രൂപ, പച്ച 33 രൂപ, പഴം 34 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 35,000 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 10800 രൂപ, കുരുമുളക് വയനാടൻ 700 രൂപ, ചേട്ടൻ 690 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 3500 രൂപ, ഏലം ഉണക്ക കിലോ 2450 രൂപ മുതൽ 2900 വരെ, നെല്ല് കിൻഡൽ 2500 രൂപ, നേന്ത്രക്കായ കിൻഡൽ 3000 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.